ആൾക്കാർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം കുഞ്ഞാടിൻ്റെ കല്യാണമാണ്. കല്യാണം അതൊരു വിഷയമാണ്, പക്ഷേ അതല്ല പ്രധാന വിഷയം. എന്നാൽ നമ്മുടെ ഇടയിൽ ചിലർക്ക് അത് മാത്രമാണ് പ്രധാന വിഷയം. സഭായത്തിന് വന്നില്ലെങ്കിലും കല്യാണത്തിന് എനിക്കറിയാം എന്താണ് സഭായത്തിന് മുട്ടിനൊരു പിടുത്തവും എന്നാന്നറിയാൻ മേല, ഒരപ്പൂട്ടിനൊരു വേദന, ഒരു ചൂട് നടക്കാൻ മേല. അന്നേരം ഞാൻ നോക്കിയപ്പോൾ തള്ള 3 വണ്ടി കയറി വെച്ച് ചിങ്ങവനത്ത് നിന്ന് നല്ല പെരുക്കുന്നു. വീട്ടിൽ നിന്നൊരു വണ്ടിയെ കയറി ഒരു സ്ഥലത്തിറങ്ങി. ആ സ്ഥലം പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് അറിയാം, അവരും ലൈവിൽ കാണും. അതുകൊണ്ടാണ് ഹൃദയത്തിന് ആലോചന ആയതുകൊണ്ടാണ്. വീട്ടിൽ നിന്നൊരു വണ്ടി കയറി തള്ള ഒരു സ്റ്റോപ്പിലിറങ്ങി, അവിടെ നിന്നൊരു ബസ്സിൽ കയറി വേറൊരു സ്ഥലത്ത് വന്നു, അവിടെ നിന്നൊരു വണ്ടിയെ കയറി കല്യാണത്തിന് ചിങ്ങവനത്ത് വന്നു. അപ്പം ഞാനും ആ കല്യാണത്തിന് കൂടിയ ആളാണ്. തലയാഴ്ച തള്ള യോഗത്തിന് വന്ന തള്ളയല്ല. അപ്പം ഞാൻ മോനോട് ചോദിച്ചു, എന്തിയാ അമ്മച്ചി എന്ത്? തീരെ വയ്യ. അപ്പം യാത്ര പോയപ്പോൾ ഞാൻ കയറി കാണുകയും ചെയ്തതാണ്. അന്നേരം പറഞ്ഞു മുട്ടനക്കാൻ മേലെന്ന്. ഞാൻ ചോദിച്ചു എന്തുവാ? വെള്ളം കെട്ടിക്കിടക്കുക എന്നാ ഡോക്ടർ? എന്ന് പറഞ്ഞാൽ ഇടുക്കി ഡാമല്ലേ, വെള്ളം കെട്ടിക്കിടക്കുക എന്ന്. ഞാൻ പിന്നെ പ്രാർത്ഥിച്ചാ പോകുന്നത്. പിറ്റേ ദിവസം കല്യാണത്തിന് ആകുമ്പോൾ തള്ള നല്ല പിടിപിടിക്കുന്നിരുന്ന്. ഞാൻ പിന്നെ ചെന്ന് ചോദിച്ചു, വെള്ളമെല്ലാം പോയോ എന്ന് ചോദിച്ചു. ആരാധനയൊന്നും വിഷയമല്ല, ദൈവത്തിന് മഹത്വം. അപ്പോൾ ചിലക്ക് കല്യാണമാ വിഷയം. കല്യാണം നമ്മുടെ ആൾക്കാരെയും കണ്ടില്ലേ, സഭായകം 12:30 അല്ലേ 1 മുന്നോട്ട് പോയാൽ മുന്നോട്ട് പോയാൽ മൂക്കായിരിക്കുന്ന കണ്ണട എടുത്ത് മടക്കും. അപ്പോൾ പാഷക്ക് മനസ്സിലാകും ജോർജ് കുട്ടി പോകാനുള്ള തയ്യാറെപ്പാ. ഉടനെ ജോർജ് കുട്ടി പെമ്പള ബാഗ് എടുത്ത് ബൈബിൾ എടുത്ത് ബാഗ് വെച്ച് സിബിട്ട് ജോർജ് കുട്ടി ഒരു മാലക്കണ്ണിട്ടൊരു നോട്ടം. ജോർജ് കുട്ടിയുടെ കണ്ണ് കാണിഞ്ഞു. അതൊക്കെ വീട്ടിൽ നിന്ന് ഇണക്കിയായി ഇറങ്ങുന്നേ ഇല്ലേ, ബൈബിളിൻ്റെ സിപ്പിട്ട് കാണിക്കും. സമയം ഒട്ടും. അതുകൊണ്ട് പാസ്റ്റർമാരും ഒക്കെ വളരെ അത് നല്ലതാ സമയം പാലിക്കുന്നത്. പക്ഷേ കല്യാണത്തിന് എന്നേ സഭായത്തിന് മിക്കവരും നേരത്തെ വരത്തില്ല, പക്ഷെ കല്യാണത്തിന് നേരത്തെ ഇല്ലും. 10 ഇപ്പോഴത്തെ കല്യാണം ആയതുകൊണ്ട് 10 9 രണ്ടുപേരും വയ്യ എന്നല്ല പോകൊക്കെ കാണണം. എന്നിട്ട് അവിടെ ജ്യൂസുകളെല്ലാം ഉണ്ട്, എല്ലാത്തിൽ നിന്നും കുടിക്കും. 2 ഷുഗറുവാ. അച്ഛാ അതെന്നതാ? അത് എന്തോ നിനക്ക് വേണോ? എടുത്ത് നല്ല കന്ന് കാടി കുടിക്കും പോലെ നിന്ന് കുടിക്കുക. പിന്നെ ഒത്തിരി സാധനം മറത്തുമൊക്കെ വെച്ച് ഉണ്ടുണ്ട്. ഈ ചെറിയ സമൂസ, പിന്നെന്തുവാ വട, അതെല്ലാം നിന്നങ്ങ് പെരുക്കുക. ഇതെല്ലാം കഴിഞ്ഞാൽ ചാകത്തോട്ട് കയറുന്നേ. അത് കഴിഞ്ഞോ ഒന്നും ഞാൻ പറയുന്നില്ല. കഴിക്കുന്നതിന് ഞാനെതിരല്ല, അതിനാണല്ലോ അവരിതെല്ലാം ക്രമീകരിച്ച് വെച്ചത്. പക്ഷെ അതിനൊത്തിരി സമയം എടുക്കും. അതിനാർക്കും പ്രശ്നമോ? സഭായകോ ആരാധന വചന ശുശ്രൂഷ ഒരല്പം നീണ്ടുപോയാൽ മുൻപോട്ട് പോയാൽ മുരടും. മിക്കയിടത്തും ഇതൊക്കെ തന്നെ. ചില രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവരും പറയും കൃത്യം ടൈമിൽ നിർത്തണം. ഞാൻ കഴിവിൻ്റെ പരമാവധി കൃത്യം ടൈമിൽ നിർത്തും. പക്ഷെ ഇത് കഴിഞ്ഞ് ഫുഡിനിരുന്നേ എത്ര നേരം എടുത്ത് നല്ല ഈ എന്തുവാ തന്നെ പോയി എടുക്കുന്നതിന് ഏതാണ്ട് ഇംഗ്ലീഷ് പറയുമല്ലോ, എന്തുവാ ഞാൻ പറഞ്ഞാൽ ഓക്കുകയല്ല. ഒരുത്തന്നെ ഞാൻ നോക്കുന്നവന് 7 പ്രാവശ്യത്തോളം പോയി. വേറൊരാൾക്ക് 3 പ്രാവശ്യം പോയി എടുത്തു. പിന്നെ പോകുന്ന നാണക്കേട് അതുകൊണ്ട് വേറൊരുത്തനെ പറഞ്ഞു വിടുക. ഇതുപോലെ കാരണം ഫ്രീ ആയിട്ട് കിട്ടുകയല്ലേ. കഴിച്ചോ ഞാൻ എതിരല്ല. പക്ഷേ അതിലൊക്കെ ഉപരി ആരാധനയ്ക്കാണ് പ്രഥമ സ്ഥാനം, പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും പ്രഥമ സ്ഥാനം. ഭൗതിക ഭക്ഷണം വേണ്ടെന്നല്ല, വേണം. അതിലൊക്കെ ഉപരി ആത്മീക ഭോജനമാണ്. അപ്പോൾ ചില ആൾക്കാർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഈ വിവാഹമാണെന്ന. അത് വിഷയമാണ്, പക്ഷേ അതല്ല പ്രധാന വിഷയം. വേറെ ചില ആൾക്കാർ പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം പുതിയ യെരൂശലേം ഭർത്താവിനായിട്ട് അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. അത് വിഷയമാണ്, പക്ഷേ അതല്ല വെളിപ്പാടിലെ പ്രധാന വിഷയം. വേറെ ചില ആൾക്കാർ പറയുന്നത് നിത്യത, അത് വലിയ വിഷയമാണ്, പക്ഷേ പ്രധാനപ്പെട്ട വിഷയം എൻ്റെ ഭാഷയാണ്. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഇതൊന്നുമല്ല. എൻ്റെ പ്രിയരെ, നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ യോജിച്ചാൽ മതി. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവാണ്.
അല്ലെ വെളിപ്പാട് പുസ്തകത്തിലെ മാത്രമല്ലല്ലോ, ആമ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം യേശു ക്രിസ്തുവാ. ആമ ലോകപാപം ചുമക്കുന്ന ദൈവകുഞ്ഞാട്, മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു, നമ്മെ വീണ്ടെടുത്ത ക്രിസ്തു യേശു, നമ്മെ രക്ഷിച്ച യേശു, നമുക്ക് വേണ്ടി ജീവനെ തന്ന യേശു. അതാ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം. ആ പ്രധാന വിഷയമാ 1-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ആരാ യേശു ക്രിസ്തു? 1-ാം അധ്യായത്തിന്റെ 5-6 വാക്യം ഒന്ന് വായിച്ച് സഹായിക്കണേ തോമസുട്ടിച്ച. 7 ആത്മാക്കളുടെ പക്കൽ നിന്ന് 1-ാം അധ്യായത്തിന്റെ 5-6. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ നിന്ന് ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും. അവിടെ 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് എഴുതി. 1, വിശ്വസ്ത സാക്ഷി. 2, മരിച്ചവരിൽ നിന്ന് ആദിജാതൻ. പിന്നെ 3, ഭൂരാജാക്കന്മാർക്ക് അധിപതി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞാനും നിങ്ങളും സേവിക്കുന്ന അവൻ യേശു, എന്നെ നിങ്ങളെ രക്ഷിച്ച യേശു ആരെന്ന് ചോദിച്ചാൽ അവിടെ 3 കാര്യമാ. 5-ാം വാക്യത്തിൽ 1, അവിടുന്ന് വിശ്വസ്ത സാക്ഷിയാ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആരും വിശ്വാസ സാക്ഷികളല്ല. ആണോ? കൊള്ള ഇത് കാണിച്ചാൽ മതി, അന്നേരം തിരിയും. ഇവിടെ ആരും വിശ്വാസ സാക്ഷികൾ. നമ്മുടെ ആൾക്കാരൊക്കെ സാക്ഷി പറയാന്ന് കേട്ടിട്ടില്ലേ? മിക്കതും തൊങ്ങലും പൊടിപ്പും ഒക്കെ വെച്ച് മിക്കതും കള്ളത്തരവാണ്. യോ പേരും സ്ഥലവും ഒന്നും പറയുന്നില്ല. ഒരു യോഗത്തിന് ഞാനും ഉണ്ട്. അപ്പോൾ വേറൊരാളെ, ഒത്തിരി പാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലൊരാൾ പ്രസംഗിക്കാൻ ഇടുന്നതിനും പറഞ്ഞു, വിശ്വാസത്തെ പറ്റി പുള്ളി പ്രസംഗിച്ചു. നല്ല പ്രസംഗമാണ്. ഞാനും സ്തോത്രം പറഞ്ഞു, എല്ലാവരും സ്തോത്രം പറഞ്ഞപ്പോൾ പുള്ളി ആൾക്കാർ ഇളകുന്ന കണ്ടപ്പോൾ പുള്ളി പിന്നെ ഇളകി. അങ്ങനെയാണല്ലോ നമ്മുടെ ഇളക്കമല്ല. ഇപ്പം നിങ്ങൾ ഇളകുമ്പോൾ ഞാനും ഇളകും. അതിൻ്റെ രീതി അതാ. നിങ്ങളിങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാനും ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇളകിയപ്പോൾ പുള്ളി ഇളകി ഉടനെ പുള്ളി വിശ്വാസം പറഞ്ഞു. ഞാൻ ചുരുങ്ങിയ ആൾക്കാരുമായിട്ട് ആ വേല ആരംഭിച്ചത്. ഇപ്പോൾ വിശ്വാസത്താൽ വേല ചെയ്തു 1000 പേരുണ്ട് എൻ്റെ സഭയിൽ. സംശയമുണ്ടെങ്കിൽ അനീഷ് കാവാലം പാസ്റ്റോട് ചോദിക്കാൻ. ഞാനും വെട്ടിനകത്തായി. ഞാൻ അവൻ്റെ സഭയിൽ പല ആവർത്തി പോയി. 350 അല്ലെങ്കിൽ അതിനപ്പുറം 400 ഇല്ല. എന്നാലും കിട്ടിയ അവസരത്തിൽ 1000 പേരുണ്ട്. സംശയമുണ്ട് എന്നോട് ചോദിക്കാൻ. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ ആരും എന്നോട് ചോദിക്കരുത്, ചോദിച്ചാൽ പറയേണ്ടി വരും. അപ്പം അങ്ങനെ പറഞ്ഞാൽ അത് പുള്ളിക്കും പിന്നെ ക്ഷീണമാണ്. നമ്മളായിട്ട് എന്തിനാ ഒരു പ്രയാസം ഉണ്ടാക്കുന്നത്? ഭാഗ്യത്തിന് ആരും ഇന്ന് വരെ ചോദിച്ചില്ല. സാക്ഷി പറയും, നന്നായിട്ട് പറയും. ആലപ്പുഴയിൽ ഒരാൾക്ക് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സൗഖ്യം കിട്ടി. അതിൻ്റെ ചുമതലപ്പെട്ടവർ വീടുകൾ കയറിയപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു മുഴയുണ്ടായിരുന്നു നെല്ലിക്ക വലിപ്പത്തിൽ. ആ സാറ് പ്രാർത്ഥിച്ചപ്പോൾ, ഈ സാറ് മനസ്സിലായി, സാറ് പ്രാർത്ഥിച്ചപ്പം മാറി. അപ്പോൾ സാറിൻ്റെ യോഗം പത്തനംതിട്ടയിൽ. സാറിൻ്റെ ആൾക്കാർ പറഞ്ഞു, സാർ അവിടെ പത്തനംതിട്ടയിലുണ്ട്, അവിടെ വന്ന് സാക്ഷി പറയാൻ. സാറ് പ്രാർത്ഥിച്ചപ്പം നെല്ലിക്ക വലിപ്പത്തിലുള്ള മുഴ മാറിയതല്ലേ. ഓ വരാം, വണ്ടിക്കൂലിയില്ല. അന്നത്തെ കാലത്ത് 300 രൂപ കൊടുത്തു സാറിൻ്റെ ആൾക്കാർ. സാറ് തരാന്നൊക്കെ ഇപ്പോൾ പിടികിട്ടി കാണും. അപ്പം 300 രൂപ കൊടുത്തു അന്നത്തെ കാലത്ത്. ആലപ്പുഴയിൽ നിന്ന് വണ്ടി കയറി പത്തനംതിട്ടയിൽ വന്നു. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. പുള്ളി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യോഗത്തിന്. വലിയ ലൈറ്റും സെറ്റും കാര്യങ്ങളും വേഗം ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ പുള്ളി അന്തം വിട്ടുപോയി. അങ്ങനെയാണല്ലോ. പണ്ട് കുചേലവൃത്തത്തിലൊരു ശീലമുണ്ട്, പട്ടിണി കൊണ്ടു മെലിഞ്ഞ പണ്ഡിതേനു കുശസ്ഥലി. പട്ടണം കണ്ടപ്പോഴേ വിശപ്പും ദാഹവും പോയി. അയാൾ മെലിഞ്ഞ് കിടക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ അയാൾ അന്തം വിട്ടു. എന്ന് പറഞ്ഞാൽ ഇങ്ങേരെ ഇവിടെ വന്ന് ഈ ലൈറ്റും മൈക്കും സെറ്റും എല്ലാം കൂടെ കണ്ടപ്പോൾ അന്തം വിട്ട് ഹാലിളകി. അപ്പോൾ പുള്ളിക്ക് സാക്ഷ്യത്തിന് സമയം കൊണ്ടെന്ന് പുള്ളി പറഞ്ഞു, ഈ ബഹുമാനപ്പെട്ട സാറ് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സൗഖ്യം കിട്ടി. ഇത്രയും വലിപ്പമുള്ളൊരു മുഴ. അയാൾ തലയാഴ്ച പറഞ്ഞ നെല്ലിക്ക ആ വലിപ്പത്തിലെന്നാ. അത് ബസ് കയറി പത്തനംതിട്ട വന്നപ്പം ഇത്രയും വലിപ്പത്തിലൊരു മുഴ. അപ്പോൾ ആൾക്കാരെല്ലാം ഇത് ആരും കണ്ടില്ലല്ലോ. അപ്പോൾ ഇളകി. അങ്ങനെയാണല്ലോ നമ്മുടെ ഇളക്കം. കള്ളസാക്ഷി പറയും. അതിന് യാതൊരു തർക്കവുമില്ല. ചിലർക്ക് അതിന് മടിയില്ല. പക്ഷേ ഇവിടെ പറയുന്നതെല്ലാം മിക്കവരും കള്ളസാക്ഷ്യങ്ങളാണ്. ഇപ്പം ഓരോരുത്തരെ വിളിച്ച് സാക്ഷ്യം ചോദിപ്പിക്കുന്നില്ലേ? എവിടെ നിന്നാണ് വരുന്നേ? നേരത്തെ എല്ലാം കൊടുത്തിട്ടുണ്ട് ശിങ്കിടികൾ. എവിടെ? ട്രിവാൻഡ്രമാണല്ലോ കാണുന്നേ.
നീ എന്തിനാ അത് കാണുന്നത്? ട്രിവാൻഡ്രം ഉള്ളതല്ലേ. ട്രിവാൻഡ്രത്തിൽ നിന്നാന്നോ? ഇന്ന് ഞങ്ങളുടെ സഭയിലെ ബേവിച്ചൻ മാസ്റ്റർ ദൈവവചനം ശുശ്രൂഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവത്തിൻ്റെ പ്രവചനം, ദൈവം പ്രവചനം പറഞ്ഞാൽ കൃത്യമാണ്, ദൈവാത്മാവ്. അത് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. ചില ഇന്നത്തെ പ്രവാചകന്മാരുണ്ട്, പ്രാർത്ഥിച്ച് പറയുക, നിങ്ങളുടെ വീടിൻ്റെ സൈഡിൽ ഒരു പുളി ഉണ്ടോ? ദൈവാത്മാവ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ദൈവാത്മാവ് എന്ന് പറയും പുളിയുണ്ട് ഉണ്ടോ? അന്നേരം മനസ്സിലായിക്കണം ഇവൻ കയ്യിൽ നിന്നിടുന്നവനാ. നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? ദൈവാത്മാവ് ഉണ്ടോ എന്ന് ചോദിക്കുകയല്ല, ദൈവാത്മാവാന്ന് പറയും ഒരു പുളിയുണ്ട്. അച്ഛന് സഹോദരങ്ങളുണ്ടോ? ഉടനെ അമ്മാമ്മ ചാടി പറഞ്ഞു. അപ്പൊ അവന് മനസ്സിലായി തള്ളയിളകും. ഉടനെ നേരെ തള്ളയോടായി. ചില വിഷയങ്ങളുണ്ട്. ആർക്കാ ഇവിടെ വിഷയമില്ലാത്ത? മോക്ക് വിഷയമില്ലേ മോളെ? അവൾക്കും ഉണ്ട് വിഷയം. മറ്റവർക്ക് വിഷയം ആയതുകൊണ്ടാണല്ലോ ഇറങ്ങിപ്പോയത് ഇല്ലേ? അവൾ തിരിച്ചു വന്ന് ഞാൻ കണ്ടു. ഇവിടെ വന്നിരിക്കുന്ന ആർക്കാ വിഷയമില്ലാത്ത? എല്ലാവർക്കും വിഷയമുള്ളവരാ. ആൾക്കാരെ കളിപ്പിക്കരുത് കേട്ടോ. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് കൃത്യം പറയും. ഉണ്ടോ? ഉള്ളതുപോലെ തോന്നുന്നു. അങ്ങനല്ല, കൃത്യം. ഞാനത് പകല് വചനം പറഞ്ഞു ഈ യോവാശിന്റെ മകൻ ഗിദയോനോട് രാത്രി ദൈവം ഇടപെട്ടപ്പോൾ പറഞ്ഞു, നിന്റെ അപ്പൻ യോവാശിന്റെ ഇളയ കാള 7 വയസ്സ്, രണ്ടാമത്തെ കാള. അങ്ങനല്ലേ നോക്കിച്ച 6:25 ഒന്ന് വായിച്ചേര്. 6:25 ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 25-ാമത്തെ തിരുവെടുത്തല്ലയോ? ഒന്ന് വായിച്ചോ. കണ്ണിക തുടങ്ങുന്നിടത്തല്ലയോ? ഒന്ന് വായിച്ച് സഹായിച്ചാൽ എത്ര കൃത്യമായിട്ടാ ദൈവാത്മാവ് ഇടപെടുന്നത്. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, ഗിദെയോനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ. എന്ത് കൃത്യമായിട്ടാ? നിന്റെ അപ്പന്റെ ഇളയ കാളയായ. ഇന്നത്തെ പ്രവാചകന്മാരാന്ന് ചോദിക്കും. സ്തോത്രം. ജീസസ്. ഞാൻ കാളയെ കാണുന്നു. അമ്പലക്കാളയല്ലോ. ഉടനെ അടുത്തത്, ഫാദറിന് കാളയുണ്ടോ? എന്റെ ദൈവാത്മാവാന്നെ അങ്ങനെ ചോദിക്കത്തില്ല. ഫാദറിന് കാളയുണ്ടോ, പോത്തുണ്ടോ, കന്നാലി ഉണ്ടോ എന്ന് ചോദിക്കുകയല്ല. കൃത്യമായിട്ട് പറഞ്ഞു, നിന്റെ അപ്പന്റെ ഇളയ കാളയായ എന്ന് പറഞ്ഞ കൃത്യമാ. നിന്റെ അപ്പന്റെ ഇളയ കാളയാകുന്ന 7 വയസ്സുള്ള കാളയുടെ പ്രായം വരെ പറഞ്ഞു. രണ്ടാമത്തെ കാളയ. നിന്റെ പ്രായം അറിയുന്നവനാ ദൈവം. നിന്റെ ഹൃദയത്തിലെ ചിന്തനങ്ങളും ഭാവങ്ങളും അറിയുന്നവനാ ദൈവം. കാളയുടെ പ്രായം അറിയാമെങ്കിൽ പിന്നെ നിന്റെ പ്രായം പിന്നെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കുന്നതിനുള്ള പ്രായമൊക്കെ ദൈവത്തിന് അറിയാം. അടുത്തിടപെടുന്നവർക്കും ഇന്നൊരു പരുവത്തിനൊക്കെ ഇങ്ങനെ നമ്മൾ ചോദിക്കുകയല്ലേ, എന്തുകൊണ്ട് പ്രായം കണ്ടിട്ട് എന്നാ തോന്നുന്നു? സകല എണ്ണത്തിൻ്റെയും പ്രായം അറിയാം. കാളയുടെ പ്രായം വരെ കൃത്യം പറഞ്ഞു. 7 വയസ്സുള്ള. ഒന്നുകൂടെ വായിച്ചോ തോമസ് കുട്ടിച്ചാ. നിന്റെ അപ്പന്റെ ഇളയ കാള. കാള മൂത്തതേതാ ഇളയതേതാന്നൊക്കെ ദൈവത്തിന് അറിയാം. മൂത്ത കാളയേതാ ഇളയ കാളയേതാ? ഇളയ കാള. പിന്നെ 7 വയസ്സുള്ള കാളയുടെ പ്രായം 7 വയസ്സ്. രണ്ടാമത്തെ കാള. അത് രണ്ടാമത്തെ കാള. എത്ര കൃത്യമായിട്ടാ പറഞ്ഞേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇടപെടുന്നേ. അല്ലാതെ കാളയുണ്ടോ, കാളയ്ക്ക് പ്രായം ഉള്ള കാളയാ, ഇതൊന്നും അല്ല. കൃത്യമാ. അവിടത്തേക്കൊന്നും മറവല്ല, അവിടത്തേക്കൊന്നും മറഞ്ഞിരിക്കുക. അതുകൊണ്ട് ദൈവമക്കൾ വളരെ ശ്രദ്ധിച്ചോണം കേട്ടോ.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കുടുംബകലഹമുണ്ടാക്കുവാൻ, ചിത്തിരിപ്പുണ്ടാക്കുവാൻ, അയലത്തുകാരുമായിട്ട് പ്രശ്നമുണ്ടാക്കുവാൻ, സഹോദരങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുവാൻ, ഒരു സഭയിലുള്ളവരെ തമ്മിൽ കൂട്ടം തല്ലുണ്ടാക്കുവാൻ, ഇങ്ങനെയുള്ള കള്ളപ്രവചനവുമായിട്ട് ഒത്തിരി ബിരുദന്മാരും ബിരുദ മതികളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. വളരെ സൂക്ഷിക്കണം. എല്ലാത്തിനും ഒന്നും വിളിച്ച് കയറ്റരുത്, എല്ലാത്തിനും പ്രായിട്ട് കൊടുക്കരുത്. ഇടപെടണം എന്ന് പറഞ്ഞ് ഈ ഉമ്മ ഇരുന്ന് കറണ്ട് അടിക്കുന്ന പോലെ ഇരിക്കരുത്. വളരെ സൂക്ഷിക്കണം. നിന്റെ കാശടിച്ചു മാറ്റാൻ വരുന്നത് അത് വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭിന്നിപ്പിക്കുന്നതല്ല, യോജിപ്പിക്കുന്നതാണ്. ഇത് കലക്കത്തിന്റെ ആത്മാവല്ല, ഇത് നിരപ്പിക്കുന്ന ആത്മാവാ. ഇത് സ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന ആത്മാവല്ല, ഇത് സ്നേഹത്തിന്റെ ആത്മാവാ. അതുകൊണ്ട് ഇന്ന് രാത്രി വളരെ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും വേണം മനസ്സിലാക്കാൻ. ഇങ്ങനെയൊക്കെ ഒത്തിരി എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. കോവിഡിന്റെ സമയത്ത് എല്ലാവരും പൊത്തിനകത്തിരിക്കുകയായിരുന്നു. ഈ രോഗശാന്തി വരപ്രാപ്തന്മാരാരെയും കാണുന്നില്ല. കോവിഡിന്റെ സമയത്ത് റൈറ്റ് നൗ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ പെടലി വെട്ടി. കോവിഡിന്റെ സമയത്ത് അവനുമില്ല, ഇവന്റെ പെമ്പിളയില്ല. ഇപ്പം ബ്രദർ ശുശ്രൂഷിക്കുന്നു, സിസ്റ്റർ. കോവിഡിന്റെ സമയത്ത് വെതറുമില്ലായിരുന്നു, വെതറുമില്ല, കാറ്റുമില്ല, കോളുമില്ല, എല്ലാവരും ഷട്ടി. ഇപ്പൊ എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. മിണ്ടുന്നില്ല. എന്നാ മിണ്ടാനാ? വളരെ സൂക്ഷിച്ചോണം. ആത്മാവ് ദൈവത്തിന്റെ ആണെന്ന് നന്നായിട്ട് ശോധന ചെയ്തോണം. എല്ലാത്തിനും കയറി ഏക്കരുത്. അത് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം പറയുന്നതെല്ലാം വളരെ വ്യക്തമായിട്ടാണ്. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു വിശ്വസ്ത സാക്ഷിയാ. ഇവിടെ എല്ലാവരും കള്ളസാക്ഷി പറയും. കണ്ട കാര്യം പറയാനാ ചെന്ന കാശ് കൊടുക്കുമ്പോൾ നേരെ തിരിച്ചു പറയും കണ്ടില്ലെന്ന് പറയും. സ്വന്തം സഹോദരങ്ങൾക്ക് അവരെ ചതിക്കാൻ കള്ളസാക്ഷി പറയും. കൂട്ടു സഹോദരങ്ങളെ എന്തായാലും കിട്ടപ്പോന് വേണ്ടി കള്ളസാക്ഷി പറയും. പക്ഷെ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിന്നെ വീണ്ടെടുത്ത യേശു ക്രിസ്തു വിശ്വസ്ത സാക്ഷിയാ. അവിടുന്ന് നിന്നെ ഉപേക്ഷിക്കത്തില്ല, തള്ളിക്കളയത്തില്ല, അനാഥനായിട്ടും അനാഥയായിട്ടും വിടത്തില്ല. യേശു വിശ്വസ്ത സാക്ഷി. മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ, മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ, ഭൂവി രാജാക്കന്മാരെ ഭരിച്ചു വാഴും ഏകനായകൻ. മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവൻ, ഭൂവി രാജാക്കന്മാരെ ഭരിച്ചു വാഴും ഏകനായകൻ. നമ്മെ സ്നേഹിച്ചവൻ തിരുച്ചോരയാൽ കഴുകി നമ്മയെല്ലാം ശുദ്ധീകരിച്ച വിശ്വസ്ത സാക്ഷിയെ നിറച്ച സ്തുതിപ്പിലേശുദേവൻ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിലേശുദേവനെ. ഇന്ന് രാത്രി യേശു ക്രിസ്തു അവൻ വിശ്വസ്ത സാക്ഷിയാ. അപ്പോൾ കർത്താവ് ആരാണെന്ന 5-ാം വാക്യത്തിൽ അവിടെ 3 കാര്യം, 6-ാം വാക്യത്തിലും 3 കാര്യം. അതുകൂടെ അങ്ങ് വായിച്ചോ. 5ഉം 6ഉം വാക്യം ഒന്നുകൂടെ അങ്ങ് വായിച്ചോ. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. 6-ാം വാക്യം. നമ്മെ സ്നേഹിക്കുന്നവൻ. അടുത്തത് നമ്മെ സ്നേഹിക്കുന്നവൻ. ഇന്ന് രാത്രി യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്നെ ഇഷ്ടപ്പെടുന്നു. യേശുവിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ഞാൻ എല്ലാവരും വെറുക്കപ്പെട്ട് എന്തിനാ ജീവിക്കുന്നത്? ജീവിതം ഒടുക്കുക, അവസാനിപ്പിക്കുക. ഇനി ആത്മഹത്യ മാർഗമുള്ള അല്ല. എൻ്റെ പ്രിയ സുഹൃത്തെ, സ്നേഹിത, ആമേ, മാതാവേ, പിതാവേ, നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു യേശുവുണ്ട്. നിന്നെ രക്ഷിക്കുന്ന ഒരു യേശുവുണ്ട്. നിന്നെ അവൻ ആദരിക്കുന്ന ഒരു യേശുവുണ്ട്. ഇന്ന് രാത്രി അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. ദൈവം സ്നേഹം തന്നെയാണല്ലോ. പക്ഷേ ക്രിസ്ത്യാനികളോടും ബെന്തിക്കോസുകാരോടും പറയാം, വചനത്തിലുള്ള കാര്യം തന്നെ. ഈ കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത നീ എങ്ങനെ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നത്? ഒരു സഭയിലാ കൂടുന്നത്, തമ്മിൽ മിണ്ടത്തുമില്ല, കൈ കൊടുക്കത്തുമില്ല. 2 പേരിൽ നിന്ന് പാടുക സ്നേഹത്തിനാഴവും. എന്തിനാടാ ചുമ്മാ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ? ഉപദേശിയായിട്ട് കൊമ്പ ചില സഭയിൽ, പാസ്റ്ററുമായിട്ട് കൊമ്പ. എന്നിട്ട് ഞായറാഴ്ച 10 മണിയാകുമ്പം അവനൊരു തമ്പേറുമായിട്ട് അവിടെ ഇരിക്കുക, ഉപദേശി ഇവിടെ ഇരിക്കുക. ഉടനെ അവൻ അവിടെ ഇരുന്നിട്ട് ഉപദേശിക്കോടാ, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ? പാസ്റ്ററോടാ ഞായറാഴ്ച 10:30 എണ്ണയുണ്ടോ നിൻ വിളക്കിൽ?
ചിലയിടത്ത് ഉപദേശിമാരും വില്ലന്മാരാ. പിന്നെ ഉടനെ അവര് ഇവിടുന്ന് അങ്ങോട്ട് രാജനേഷു വന്നിടും. ആ മതി ഒരുങ്ങിയാ മതിയായിരുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വാത് കെട്ടാനും കൊമ്പ് കോർക്കാനും വൈരാഗ്യത്തിനുള്ള ഇടമല്ലെന്ന്. എടാ, സഭായോഗം എന്തിനാന്ന് ചോദിച്ചാൽ കമ്മിറ്റി കൂടാനോ ബഹളം ഉണ്ടാക്കാനോ അടിപിടി ഉണ്ടാക്കാനോ വാക്കേറ്റം ഉണ്ടാക്കാനോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള സ്ഥലമല്ല സഭായോഗം. എടാ വിവരദോഷി, ഒരു കാര്യം പറയാ, സഭായോഗം എന്തിനാന്ന് ചോദിച്ചാൽ ഒരാഴ്ച മുഴുവൻ ദൈവം നിന്നെ സൂക്ഷിച്ചു. എൻ്റെ ഭാഷ പറയാം, നിന്നെ മാത്രമാണോ, നിന്റെ പെമ്പിളെയും അവൻ കൊച്ചുങ്ങളെയൊക്കെ ദൈവം സൂക്ഷിച്ചു. വാഹനത്തിൽ യാത്ര ചെയ്തു, വഴി നടന്നു പോയി, ഏതെല്ലാം മേഖലകളിൽ പോയി ഭദ്രമായി ദൈവം നിന്നെ സൂക്ഷിച്ചതാ. ആ ദൈവത്തിന് ഒന്നിച്ചു വന്ന് നന്ദിയും മഹത്വവും സ്തോത്രവും അർപ്പിക്കാനുള്ള സമയമാ സഭായോഗം. അവിടെ സഭയ്ക്കകത്ത് നീ വഴക്കുണ്ടാക്കിയാൽ നിന്റെ ചെറുകുടലിനെ ദൈവം പിടിക്കും. ആ നീ ഞായറാഴ്ച വരുന്നത്, ഇന്ന് ഞാൻ 2 കാര്യം പറഞ്ഞേച്ചേ, നിന്റെ ആമാശയത്തിൽ ദൈവം പിടുത്തം കൂടും. ആ തന്തയ്ക്ക് പൂള് വെച്ച് കൊടുക്കുന്ന തങ്കമ്മേ നിന്നെയും പിടിക്കും. നീ വീട്ടിൽ വെച്ചേ പറയും, അച്ചായനിത് പറഞ്ഞോ. എടാ കുച്ചായ, എവള് പറയുന്നത് കേട്ടോണ്ട് നീ യാടരുത്. സ്തോത്രം.